ഒന്നല്ല 9 പെണ്ണാണ് അർമാന്റെ കയ്യിൽ തളർന്നു വീണത്. അത് കണ്ടാകെ വട്ട് പിടിച്ചിരിക്കുവാണല്ലോ. ആ നിമിഷം കുഞ്ഞൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ എന്നവൾ അറിയാതെ ആശിച്ചുപോയി. എവിടെന്ന് കൊച്ചുതുമ്പി പപ്പയുടെ അഭിനയം കണ്ട് ബോധിച്ച് ഒന്നും മിണ്ടാതെ ഇരിപ്പാണ്. ആ നേരത്താണ് അല്ലുവിൻ്റെ ഫോണിലേക്ക് ഡോക്ടർ മീരയുടെ കോൾ വരുന്നത്. അല്ലു ആശയോട് കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞിനെ ആശയെ ഏൽപ്പിച്ചു. കുറച്ച് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അല്ലുവിൻ്റെ പോക്കും ഫോൺ സംസാരവും കണ്ട് അർമാൻ അഭിനയം നിർത്തി ആശയുടെ അരികിൽ ചേറിയിട്ടിരുന്നു. ആശയുടെ തൊട്ടരികിലായി സിനിമയിൽ ആശയുടെ റോൾ ചെയ്യാൻ വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടുള്ള സഹതാരവുമുണ്ട്. അജ്മൽ എന്നാണ് പേര്. പുള്ളി ആദ്യ പടത്തിൽ നായകനായി വന്നതാണ്. പടം ഇറങ്ങിയിട്ട് 2 വർഷമായി. അതിനുശേഷം ഒരൊറ്റ പടം പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബുമായി തട്ടിയും മുട്ടിയും ജീവിക്കുന്നു. ഇടയ്ക്കിടെ അജ്മലിൻ്റെ കണ്ണുകൾ അല്ലുവിലേക്ക് നീളുന്നത് അർമാൻ ശ്രദ്ധിച്ചിരുന്നു. അവനതങ്ങോട്ട് അത്രയ്ക്ക് ദഹിക്കുന്നില്ല. അജ്മലിനെ അവൻ മനസ്സിൽ പ്രാകുന്നുണ്ട്. അത് പെങ്ങളാണല്ലേ? അജ്മലിൻ്റെ ചോദ്യം കേട്ട് ആഷി അതേ എന്ന പോലെ മൂളി. കണ്ടാലറിയാം 2 പേരും ഒരേ ചായ എന്നുള്ള അജ്മലിൻ്റെ ഫോർമൽ ടോക്ക് കേട്ട് അതെയല്ലേ എന്ന പോലെ ആഷി അവനെ നോക്കി പുഞ്ചിരിച്ചു. ഔട്ട്ഡോർ ഓഡിഷൻ ആയിരുന്നു. ആഷി, അർമാൻ, അജ്മൽ, പുതുതായി അഭിനയിക്കാൻ വന്ന 9 പെൺപിള്ളേർ, ക്യാമറമാൻ, അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവർ സെറ്റിലുണ്ട്. ഇപ്പോഴും അല്ലു ഡോക്ടറുമായുള്ള സംസാരത്തിലാണ്. അതിനിടയിൽ ആഷിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കരച്ചിൽ ആരംഭിച്ചതും അർമാന്റെ കണ്ണുകൾ കുഞ്ഞിലേക്ക് നീണ്ടു. കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. അവൻ അന്നേരം കുഞ്ഞിനെ എടുക്കണമെന്നുണ്ടെങ്കിലും അതിന് പറ്റിയ സാഹചര്യമല്ലായിരുന്നു. കുഞ്ഞിനെ അല്ലുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായി അർമാൻ ലൈറ്റ് ബോയോട് ആവശ്യപ്പെട്ടതും ഞാനിവിടെ ഉള്ളപ്പോൾ എന്തിനാ ലൈറ്റ് ബോയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നും പറഞ്ഞ അജ്മൽ ആഷയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു. അല്ലുവിൻ്റെ അരികിലേക്ക് നടന്നതും അർമാൻ ആഷയെ ദഹിപ്പിച്ചു നോക്കി. അതിന് നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത് എന്നപോലെ തിരിച്ചു ആഷ അർമാനെയും ദഹിപ്പിച്ച് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ദഹിപ്പിച്ച് അവസാനം സെറ്റിൽ തന്നെ തീപിടുത്തം നടക്കുമോ എന്നൊരു ചെറിയ പേടി എനിക്കുമുണ്ട്. ഫോണിൽ സംസാരിച്ചു തിരിഞ്ഞ അല്ലു കാണുന്നത് തൻ്റെ അരികിലേക്ക് കുഞ്ഞുമായി വരുന്ന അജ്മലിനെയാണ്. നേരത്തെ അവിടെ ഇരിക്കുന്നത് കണ്ടിരുന്നു എന്നല്ലാതെ ആളുമായി സംസാരിച്ചിരുന്നില്ല. അല്ലു അവനൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവനിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ ഒരുങ്ങി. എടോ, താൻ വേണേ സംസാരിച്ചോ, ഞാൻ മോളെ എടുത്തോളാം. എനിക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടാ. അജ്മൽ അല്ലുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അങ്ങ് വെച്ച് കാച്ചി. ഹേ, അതൊന്നും വേണ്ട, എനിക്ക് സംസാരിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞവൾ കുഞ്ഞിനെ തിരികെ വാങ്ങി. മോളുടെ പേരെന്താ? അജ്മൽ ചോദിച്ചു. ദുവ, അല്ലു മറുപടി പറഞ്ഞു. നല്ല പേര്. കുഞ്ഞിനെ തൻ്റെ ചായയാണ് കേട്ടോ. അല്ല, മോളുടെ വാപ്പി എവിടെ? അത് പിന്നെ അല്ലു എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. അന്നേരം അവളുടെ കണ്ണുകൾ അർമാനിലേക്ക് നീണ്ടു. അന്നേരമാണ് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന അർമാനെ അവൾ കാണുന്നത്. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. കുട്ടിയുടെ മുഖം പറയുന്നുണ്ട് കുട്ടിയുടെ പ്രശ്നങ്ങൾ. ബൈ ദി ബൈ, എൻ്റെ പേര് അജ്മൽ. ഈ സിനിമയിൽ അർമാൻ സാറിൻ്റെ സുഹൃത്തിൻ്റെ റോൾ ചെയ്യുന്നു. അതും പറഞ്ഞ് അല്ലുവിന് നേരെ കൈ നീട്ടിയതും അല്ലു കൈ കൊടുക്കണോ എന്ന പോലെ ആലോചിച്ചു നിന്നു. അവസാനം അവൻ വലിയതോ സിനിമാ നടനായിരിക്കുമെന്ന് കരുതി തിരികെ കൈ കൊടുത്ത് ഒന്ന് പുഞ്ചിരിച്ചു. അല്ല, തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള അജ്മലിൻ്റെ ചോദ്യം കേട്ട് അല്ലു എന്നവൾ മറുപടി പറഞ്ഞു. അല്ലു, നൈസ് നെയിം. താൻ എന്ത് സുന്ദരിയാ. തനിക്കേ ആലിയ ഭട്ടിൻ്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് കൂടി അവന് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ഇൻസ്റ്റഗ്രാം ഐ ഡി എന്താ? ഞാൻ ഫോളോ ചെയ്യാം എന്നുള്ള അജ്മലിൻ്റെ പറച്ചിൽ കേട്ട് അല്ലു ആകെ കുഴങ്ങി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാറില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. ഇതേ സമയം അല്ലുവിനോടുള്ള അജ്മലിൻ്റെ സമീപനം കണ്ട് അർമാൻ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അല്ലു അവന് ഷേക്ക് ഹാൻഡ് കൊടുത്തത് അവന് തീരെ ഇഷ്ടമായില്ല. എവിടെ നിന്ന് കിട്ടിയടാ ഈ അപരാധം പിടിച്ച അവതാരത്തിന്? അർമാൻ പല്ല് ഞെരിച്ചുകൊണ്ട് ആശയോട് ചോദിച്ചു. നിന്റെ ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടു വന്നതാ. ആദ്യ പടം 8 നിലയിൽ പൊട്ടിയിത്രേ. പിന്നെ പടമൊന്നുമില്ലാതെ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ അഭിനയം ഒരു രക്ഷയില്ല. ഞാൻ പുള്ളിയുടെ റീൽസ് കാണാറുണ്ട്, ആഷി പറഞ്ഞു. ഓഹ്, അവൻ്റെ ഒരു ഒലിപ്പിക്കൽ കണ്ട. ഇങ്ങനെ പോയാലേ സിനിമ തീരും മുമ്പ് ആ വടക്ക് പിടിച്ചവനെ ഞാൻ തെക്കോട്ടെടുക്കും കേട്ടോ. ചുമ്മാതല്ല അവൻ പടമൊന്നും കിട്ടാതെ വീട്ടിൽ ചൊറി പിടിച്ചിരിക്കുന്നത്. അർമാൻ്റെ പറച്ചിൽ കേട്ട് ആഷിക്ക് ചിരിയും വരുന്നുണ്ട്. അർമാൻ മാലിക്കിന് ഇത്രയും കുശുമ്പോ, ആഷ ചിന്തിച്ചു. ഇതേ സമയം അജ്മലിൻ്റെ വെറുപ്പിക്കലിൽ നിന്നും സ്കൂട്ടായ അല്ലു ആഷയുടെ അരികിൽ വന്നിരുന്നു. അവളുടെ വരവ് കണ്ടതും അർമാൻ അവളെ കൂർപ്പിച്ചു നോക്കി. അല്ലുവിന് പിന്നാലെ അജ്മലും അവിടെ വന്നിരുന്നു. അർമാൻ, ആഷി, അല്ലു, അജ്മൽ അങ്ങനെയാണ് അവരിരുന്നിട്ടുള്ളത്.
അന്നേരം അർമാൻ അല്ലുവിന് മെസ്സേജ് ചെയ്തെങ്കിലും അവളത് ശ്രദ്ധിച്ചില്ലായിരുന്നു. എടാ, അവളോട് ചോദിക്ക് എന്താ അവൻ പറഞ്ഞതെന്ന്. അർമാൻ ആഷി മാത്രം കേൾക്കാൻ പാകത്തിൽ പതിയെ പറഞ്ഞു. അർമാനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആഷി അല്ലുവിന് നേരെ തിരിഞ്ഞു. എന്താ അവൻ ചോദിച്ചത്? അർമാൻ ചോദിച്ച കാര്യം ആഷി അല്ലുവിനോട് ആവർത്തിച്ചു. അങ്ങനെ ഒന്നും ചോദിച്ചില്ല. മോളുടെ പേര് ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു, അയാളുടെ പേര് പറഞ്ഞു, പിന്നെ മോളുടെ വാപ്പി എന്തേന്ന് ചോദിച്ചു. അല്ലു മറുപടി പറഞ്ഞതും ആഷി അർമാന് നേരെ തിരിഞ്ഞു. അങ്ങനെ ഒന്നും ചോദിച്ചില്ല. മോളുടെ പേര് ചോദിച്ചു, എൻ്റെ പേര് ചോദിച്ചു, അയാളുടെ പേര് പറഞ്ഞു, പിന്നെ മോളുടെ വാപ്പി എന്തേന്ന് ചോദിച്ചു. അല്ലു പറഞ്ഞത് അതുപോലെ ആഷി അർമാന് മുന്നിൽ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അവൾ എന്ത് മറുപടി പറഞ്ഞു എന്നുള്ള അർമാൻ്റെ ചോദ്യം ആഷി അല്ലുവിന് മുന്നിൽ സമർപ്പിച്ചു. ശേഷം ഞാൻ ഒന്നും പറഞ്ഞില്ല എന്നുള്ള മറുപടി തിരികെ അർമാന് മുന്നിലും സമർപ്പിച്ചു. ആഷി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നേരാണ് അർമാൻ്റെ അടുത്ത ചോദ്യം വരുന്നത്. എൻ്റെ മെസ്സേജ് കണ്ടിട്ട് എന്താ റിപ്ലൈ തരാത്തതെന്ന് ചോദിക്ക്. അവൾക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ, അതുകൊണ്ടാവും റിപ്ലൈ തരാത്തത് എന്നുള്ള ആഷിയുടെ പറച്ചിൽ കേട്ട് അർമാൻ അവനെ ദഹിപ്പിച്ചു നോക്കി. ആ നോട്ടം കണ്ടതും നിനക്ക് തന്നെ അതങ്ങോട്ട് ചോദിച്ചാൽ പോരെ എന്നും പറഞ്ഞ ആഷി മിണ്ടാതിരുന്നു. അന്നേരം അർമാൻ അല്ലുവിന് കോൾ ചെയ്തതും അല്ലു എടുക്കണോ വേണ്ടയോ എന്ന പോലെ തല ചരിച്ച് അവന് നോക്കി. കോൾ എടുക്കുക എന്നുള്ള അർമാൻ്റെ ദേഷ്യത്തോടുള്ള എക്സ്പ്രഷൻ കണ്ട് അവൾ കുഞ്ഞുമായി അവിടുന്ന് എഴുന്നേറ്റ് നടന്നു. രണ്ടിൻ്റെയും അക്കരെ ഇക്കരെ നിന്നുള്ള നോട്ടവും ഇളക്കവും അജ്മൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അളിയൻ എന്ത് ചെയ്യുന്നു എന്നുള്ള അജ്മലിൻ്റെ ചോദ്യം കേട്ട് ആരുടെ അളിയൻ, എന്തളിയൻ എന്ന പോലെ ആഷി അജ്മലിനെ ഒന്ന് നോക്കി. അല്ല, ഞാൻ അല്ലുവിൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഓ ദാറ്റ് അളിയൻ, ആ പഹയൻ എന്നേ മയ്യത്തായി എന്നുള്ള ആഷിയുടെ പറച്ചിൽ കേട്ട് അർമാൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഇല്ലെങ്കിലേ മനുഷ്യനെ ഇവിടെ വട്ട് പിടിച്ചിരിക്കുമ്പോഴാണ് ലവൻ്റെ ഓലക്കമേലെ ചോദ്യം. ആഷി പിറുപിറുത്തു. ശരിക്കും എപ്പോഴാണ് പുള്ളി മരിച്ചേ? അജ്മലിന് പിന്നെയും സംശയം. 4-5 വർഷമായി കാണും എന്നും പറഞ്ഞു ആഷി ഒരൊറ്റ നടത്തായിരുന്നു. ഓ സോ സാഡ്, പാവം കുട്ടി എങ്ങനെ സഹിക്കുന്നു എന്തോ എന്നും പറഞ്ഞ അജ്മൽ സാഡ് എക്സ്പ്രഷൻ വാരി വിതറുന്ന നേരത്താണ് അവന് കത്തുന്നത്. അല്ല, അപ്പോൾ ആ കുട്ടി അതിന് ഒരു വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അയാൾ 4 വർഷം മുന്നേ മയ്യത്തായ എങ്ങനെ ശരിയാവും? അർമാനെ നേരെ തിരിഞ്ഞുകൊണ്ട് അജ്മൽ ചോദിച്ചു. ചിലവളത് ശരിയാവും, ചിലവളത് ശരിയാവില്ല എന്നുള്ള അന്നേരത്തെ അർമാൻ്റെ മറുപടി കേട്ട് അജ്മൽ വായും പൊളിച്ചിരിപ്പാണ്. എന്നാലും അതെങ്ങനെ? ശരിക്കും ആ കുട്ടിയുടെ വാപ്പ ആരായിരിക്കും? അജ്മൽ ഓരോന്ന് പറയുന്നുണ്ട്. തൊട്ടരികിലിരിക്കുന്ന അർമാൻ അജ്മലിൻ്റെ മുഖം കണ്ട് ചിരി വന്നു. എടോ, താൻ അന്വേഷിക്കുന്ന ആൾ ഞാനാ. അജ്മലിൻ്റെ അരികിലേക്ക് നീങ്ങിക്കൊണ്ടുള്ള അർമാൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് അജ്മൽ കിളി പോയിരിപ്പാണ്. താൻ ഞെട്ടിയില്ലേ? ഞെട്ടി. ഇതാണ് അർമാൻ സ്റ്റൈൽ ഞെട്ടിക്കൽ. ഇപ്പം ഞെട്ടിക്കലാണല്ലോ ട്രെൻഡ്. ഞാനും ഒന്ന് ട്രൈ ചെയ്തതാ, ജസ്റ്റ് ഫോർ എ ഫൺ എന്നുള്ള അർമാൻ്റെ പറച്ചിൽ കേട്ട് അജ്മൽ കിളി പോയിരിപ്പാണ്. അജ്മലിൻ്റെ അന്നേരത്തെ മോന്ത കണ്ട് അർമാൻ ചിരി കടിച്ചു പിടിച്ചു. എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നടന്നു. അതിനിടയിൽ അല്ലുവുമായി ഫോണിൽ സംസാരിച്ചു. തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ആഷി, ആ 9 പേരിൽ ഒരാളെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേക്ക്. എന്താ അവളുടെ പേര്? യെസ്, ഷൈമ. സനയെ അവൾ മതി, അവൾ മിടിക്കുക. നീ അവൾക്ക് സ്റ്റോറി ഒന്ന് ചുരുക്കി പറഞ്ഞു കൊടുത്തേക്ക് എന്നും പറഞ്ഞ് അർമാൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. ആഷി പെൺപിള്ളേരുടെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഷൈമയെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടു. ആഷി ഷൈമയ്ക്ക് കഥ ചുരുക്കി പറഞ്ഞു കൊടുത്തു. അതിൻ്റെ കൂടെ സനയുടെ ക്യാരക്ടറാണ് താൻ ചെയ്യാൻ പോകുന്നതെന്നറിഞ്ഞതും അവളുടെ മുഖം വാടി. എന്തേ? അവളുടെ വാടിയ മുഖം കണ്ട് ആഷി ചോദിച്ചു. അത് പിന്നെ ഞാൻ കൂട്ടുകാരിയോട് ബെറ്റ് വെച്ചിരുന്നു, ആദ്യ സിനിമയിൽ തന്നെ താൻ ഹീറോയിൻ ആവുമെന്ന്. അർമാൻ സാറിൻ്റെ പടത്തിലെ ഹീറോയിൻ. ഞാൻ ആ പ്രതീക്ഷയോടെയാണ് വന്നത്, ഷൈമ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓ, ഓവർ കോൺഫിഡൻസ്, ആഷി പുച്ഛിച്ചു. ഹേ അല്ല സാർ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സാർ അത്. ഇതിന് ആഗ്രഹമെന്നല്ല, അത്യാഗ്രഹം എന്നാണ് പറയുന്നത്. ആഷി പിന്നെയും പുച്ഛിച്ചു. സാർ അങ്ങനെ പറയരുത് സാർ, പ്രാരാബ്ദങ്ങൾ തലയിലേറ്റ് ജീവിക്കുന്ന ഒരു സൂര്യനാരായണ വർമ്മയാണ് സാർ ഞാൻ. അവളുടെ പറച്ചിൽ കേട്ട് ആഷി വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. എന്നാൽ പിന്നെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? സാർ അങ്ങനെ പറയരുത് സാർ, എൻ്റെ പാഷനും പ്രൊഫഷനും സ്വപ്നവും ജീവിതവും എല്ലാം സിനിമയാണ് സാർ. അവൾ സിനിമ സ്റ്റൈലിലങ്ങ് പറഞ്ഞു. ഇതുപോലെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ആഷി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ സാർ?
അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് സാർ? ഇവിടെയൊക്കെ തന്നെയുണ്ട്, ആഷി പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. ആ അതൊക്കെ പോട്ടെ, തനിക്കേ ഈ മൂവിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയോന്നേ ഇപ്പം പറയണം. സാർ ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്കേ അഭിനയിക്കാം അല്ലേ? അയ്യോ, അതിന് തന്നെ ആര് നിർബന്ധിച്ചു? എപ്പോൾ നിർബന്ധിച്ചു? ഷൈമ പോയ ഹൈമ, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. എനിക്ക് താല്പര്യമുണ്ട് സാർ, അവൾ ചമ്മലോടെ മറുപടി പറഞ്ഞു. മതി മതി. പിന്നെ ഈ മൂവിയിൽ താൻ അർമാനെ ഞെട്ടിച്ചാലേ ഒരു പക്ഷേ അവൻ്റെ അടുത്ത പടത്തിൽ തനിക്ക് നായികയുടെ റോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിക്കും? എങ്കിലേ സാറിനോടൊന്ന് പറയണേ, ഒരു വാമ്പയർ മൂവി എടുക്കാൻ. ഞാൻ നന്നായി അഭിനയിക്കും സാർ. അതേത് കണ്ട? ലോക സിനിമയിലെ ചന്ദ്രയെ ഞാൻ അനുകരിച്ചതാ. ഞങ്ങളുടെ ടീം വർക്ക് എങ്ങനെയുണ്ട് സാർ? നോക്കിക്കേ എന്നും പറഞ്ഞ് അവൾ തൻ്റെ ഫോണെടുത്ത് അവന് റീൽ കാണിച്ചു. എങ്ങനെയുണ്ട് സാർ? കൊള്ളാവോ? ആക്ച്വലി ഈ റീൽ കണ്ട് കല്യാണി പ്രിയദർശൻ വരെ എനിക്ക് ഹാർട്ട് ഇട്ടിരുന്നു, അവൾ ഗമയോടെ പറഞ്ഞു. കുന്നംകുളം ചന്ദ്ര, കൊള്ളാം. അല്ല, ഈ കല്യാണിക്ക് ഇതെന്ത് പറ്റിയാവോ? കാഴ്ചക്ക് വല്ല തകരാറും? ടീം വർക്ക് കൊള്ളാം. അല്ലടോ, എവിടെ നിന്ന് കിട്ടി ഈ കടമറ്റത്ത് മൊട്ടനാരെ? മുടിയുള്ള ആരെയും കിട്ടിയില്ല. മൊത്തത്തിൽ പറഞ്ഞ പാവങ്ങളുടെ ലോക. എനിവേ, ഇത്രയ്ക്കും കഴിവുള്ള ഒരു കഴിവേറിയായിരുന്നു താനെന്ന് അർമാൻ അറിഞ്ഞു കാണില്ല. ഞാൻ അവനോട് പറയുന്നുണ്ട്. ആഷി അവളെ ശരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്ത് വിട്ടു. സാർ, അവൻ്റെ കളിയാക്കൽ കേട്ട് അവൾ വല്ലാത്ത ഭാവത്തിൽ വിളിച്ചു. അവളുടെ വിളി കേട്ട് അവന് ചിരിയും വരുന്നുണ്ട്. അപമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോട്ടെ സാർ എന്നും പറഞ്ഞ് അവനൊരു പുഞ്ചിരി കൈമാറി അവൾ മുന്നോട്ട് നടന്നു. അവളുടെ പറച്ചിലും പോക്കും കണ്ട് ആഷിക്ക് ചിരി വന്നു. അന്നേരം ആഷി തൻ്റെ ഫോൺ എടുത്ത് അവളുടെ ഇൻസ്റ്റഗ്രാം ID സെർച്ച് ചെയ്ത് ആ റീലിന് ഹാർട്ട് കൊടുത്തു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും എന്താ എന്ന പോലെ അവൾ തിരിഞ്ഞു നോക്കി. അതെ, ഞാൻ ഹാർട്ട് തന്നിട്ടുണ്ട്, ആഷി കുറച്ചു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ആ പറച്ചിൽ കേട്ട് കാര്യം മനസ്സിലാവാതെ അവൾ തെറ്റിദ്ധരിച്ചു നെറ്റി ചുളിച്ചു. അല്ല, തൻ്റെ റീലിന് ഹാർട്ട് തന്നിട്ടുണ്ടെന്ന് അവൻ വ്യക്തമാക്കി. ശരിക്കും? അവൾ വിടർന്ന കണ്ണാലെ ചോദിച്ചു. തനിക്ക് ഭാവിയുണ്ട് കേട്ടോ, അവൻ ചെറുചെറിയാലെ പറഞ്ഞു. അന്നേരം അവൾ തൻ്റെ റീലെടുത്തു നോക്കി. അവൻ്റെ ഹാർട്ട് കണ്ട് അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആഷിർ അമീൻ എന്നുള്ള അവൻ്റെ ഇൻസ്റ്റാ ഐഡിയിൽ കയറി അപ്പം തന്നെ അവളെ ഫോളോ ചെയ്തു. ശേഷം അവൾ ചെറുചെറിയാലെ ഫോണിൽ നോക്കി നടന്നു. അന്നേരം അവൻ അവളുടെ റീൽസ് മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. ഇതേതാ ഒരു ഒടിയെത്തി എന്നും പറഞ്ഞു മറ്റൊരു റീൽ എടുത്തു നോക്കി. അപ്പോഴാണ് തമുവിൻ്റെ ഒടിയല 2 അനുകരിച്ചതാണെന്ന് മനസ്സിലായത്. ഷെടാ, ഇവള് കൊള്ളാലോ എന്നും പറഞ്ഞ് കൊടുത്തു അതിനും ഒരു ഹാർട്ട്. അവളിപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ട് അവന് അഭിമുഖമായി നിന്നിട്ടാണ് ചുവടുകൾ വെക്കുന്നുള്ളത്. അന്നേരം പിറകിലുള്ള സ്വിമ്മിംഗ് പൂൾ അവൾ കണ്ടില്ലായിരുന്നു. എന്നാൽ ഇത് കണ്ട ആഷി ഹേ സ്റ്റോപ്പ് എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും അവൾ കാല് തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണിരുന്നു, കൂടെ അവളുടെ ഫോണും. വീഴ്ച കണ്ട ആഷി വല്ലാത്ത ഭാവത്തിൽ തലയ്ക്ക് കൈ കൊടുത്തുപോയി. ഇനിയിപ്പോൾ അവൾ മുങ്ങിച്ചാവണ്ടല്ലോ എന്ന് കരുതി അവൻ സ്വിമ്മിംഗ് പൂളിനരികിലേക്ക് നടന്നു. അവൾ വെള്ളത്തിലൊന്ന് മുങ്ങിത്താഴ്ന്നു ഉയർന്നു പൊങ്ങി. അപ്പോഴും ഫോണിൽ നിന്നുള്ള പിടി വിട്ടില്ലായിരുന്നു. മുഖം അമർത്തി തുടച്ച് മുന്നോട്ട് നോക്കിയപ്പോൾ മുന്നിൽ ആഷി നിൽക്കുന്നുണ്ട്. ചമ്മിയ മുഖവുമായി അവൾ ചുറ്റും നോക്കി. നോക്കണ്ട, ആരും കണ്ടിട്ടില്ല, ആഷി ചിരി കടിച്ചു പിടിച്ചു മറുപടി പറഞ്ഞു. ആ ഭാഗത്ത് അന്നേരം ആരും ഇല്ലായിരുന്നു. കയറിവ എന്ന പോലെ ആഷി അവൾക്ക് നേരെ കൈ നീട്ടിയതും അവൾ ആദ്യം ഒന്ന് മടിച്ചു നിന്നുവെങ്കിലും പിന്നീട് അവൻ്റെ കൈ പിടിച്ചു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോഴേക്കും അവളും അവളുടെ ഫോണും മുഴുവനായി നനഞ്ഞിരുന്നു. അവന് മുന്നിൽ അങ്ങനെ നിൽക്കാൻ അവൾക്ക് ജാള്യത തോന്നി. അവളുടെ അന്നേരത്തെ അവസ്ഥ കണ്ടപ്പോൾ അവന് ഷെറിനെയാണ് ഓർമ്മ വന്നത്. അവളോട് താൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് അവൻ പറഞ്ഞതും അവൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ഞാൻ നിന്റെ കാർ എടുക്കുകയാണെന്ന് പറഞ്ഞ് അർമാനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു. ആഷി അവളുമായി കാറിനരികിലേക്ക് നടന്നു. ഇതേ സമയം അർമാൻ്റെ പ്രൈവറ്റ് റൂമിൽ അല്ലു കുഞ്ഞിനെ ഉറക്കി തിരിയാൻ നേരമാണ് തൻ്റെ പിന്നിൽ നിൽക്കുന്ന അർമാനെ അവൾ കാണുന്നത്. അവനെ കണ്ടതും അവൾ അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കാൻ നേരം അവൻ അവൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. അവൾ വലത്തോട്ട് നീങ്ങുമ്പോൾ അവനും നീങ്ങും, ഇടത്തോട്ട് നീങ്ങുമ്പോൾ അങ്ങോട്ട് നീങ്ങും. ഒടുവിൽ അവനെ പിടിച്ചു തള്ളി ജനാലയുടെ അരികിൽ വന്ന് നിന്നതും അവളുടെ പിണക്കത്തിന് കാരണം മനസ്സിലായ അർമാൻ ചെറുചിരിയാലെ അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ അരികിൽ വന്ന് നിന്ന് പിന്നിലൂടെ അവളെ ഇറുകെ പുണർന്നു. തുമ്പിപ്പെൺ പിണക്ക? അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട, എന്നോടൊരു സ്നേഹമില്ല, അവൾ പരിഭവിച്ചു. ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? ഞാൻ ഇന്നലെ എൻ്റെ തുമ്പിയെ സ്നേഹിക്കാൻ വന്നതല്ലേ, അന്നേരം തുമ്പി പെണ്ണ് തന്നെയല്ലേ സമ്മതിക്കാഞ്ഞത്? അതെ,
സ്നേഹിക്കാൻ ഞാനിപ്പോഴും റെഡിയാണ്. കൂറുമ്പോൾ അവനത് പറയുമ്പോൾ അവൻ്റെ വലത് കൈ അവളുടെ ചുരിദാറിൻ ടോപ്പിനുള്ളിലേക്ക് കടന്നിരുന്നു. സ്നേഹിക്കട്ടെ. അവളുടെ നഗ്നമായ വയറിനെ തഴുകി അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ഹസ്കി വോയിസിൽ പറഞ്ഞതും അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു. ഉള്ളിൽ വിരിഞ്ഞ സന്തോഷം അവൾ മറച്ചു പിടിച്ച് അവൻ്റെ കൈ എടുത്തു മാറ്റി കൃത്രിമ ദേഷ്യത്തോടെ അവന് നേരെ തിരിഞ്ഞു. ആ സ്നേഹം ആർക്ക് വേണം? അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഡി, വേദനിപ്പിക്കാതെ. പിന്നല്ലാതെ, ഞാൻ ആരാന്ന് അവർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവൾ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് കഴിച്ചു. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീ ആശയുടെ പെങ്ങൾ തന്നെയല്ലേ? അത് പറയുമ്പോൾ അവൻ്റെ കൈ അവളുടെ വലത് മാറിനെ ഞെരിച്ചുടച്ചു. അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് എരിവലിച്ചു. ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കിയതും അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അതല്ല നുക്ക, അവൾ കൊഞ്ചലോടെ വിളിച്ചു. ഏതല്ല അല്ലൂസേ? അവളുടെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് പിന്നെ എനിക്ക് എന്തോ. അവൾക്ക് മുഴുവനാക്കാനായില്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമ കഴിയും വരെ എല്ലാവരുടെ മുന്നിൽ നീ ആശയുടെ പെങ്ങളെ മാത്രമായിരിക്കും. പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ? അവളുടെ നിറകയിൽ ചുംബിച്ചുകൊണ്ടവനത് പറഞ്ഞതും അവൾ ശരിയെന്ന പോലെ തലയനക്കി. ആ 9 പേരിൽ ആരല്ലുവാൻ ബെറ്റർ? നിന്റെ അഭിപ്രായം എന്താ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കിക്കൊണ്ടവൻ ചോദിച്ചു. എനിക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല, അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എന്നാ പിന്നെ നീ അഭിനയിക്ക്. നമുക്കങ്ങേ സ്ക്രീനിൽ കൂടി റൊമാൻസിച്ച് തകർക്കാന്നേ. അവളുടെ കഴുത്തിലും കാതിലും മുഖമുരസിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ നിന്നുള്ള വാക്കുകൾ കേട്ട് ആ നിമിഷം അവളുടെ മുഖം വിടർന്നു. അവൻ്റെ മീശയും താടിയും അവളുടെ കഴുത്തിൽ സുഖമുള്ള നോവ് സമ്മാനിക്കുന്നുണ്ട്. അതിനിടയിൽ അവൻ്റെ അതിരങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ട മറുകിൽ അമർന്നു. അന്നേരം അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിക്കുന്നുണ്ട്. അവൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതോർത്തപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം. പക്ഷേ തനിക്ക് അഭിനയിക്കാൻ അറിയോ? ഒരു പക്ഷേ അവൻ തന്നെ കളിയാക്കിയതായിരിക്കോ? അവൾ ചിന്തിച്ചു. അതവളെ വേദനിപ്പിച്ചു. പക്ഷെ അവളത് പുറത്ത് കാട്ടിയില്ല. അടുത്ത നിമിഷം അർമാൻ അവളെയും കൈകളിലെടുത്തു തൻ്റെ റിവോൾവിംഗ് ചെയറിനരികിലേക്ക് നടന്നു. അവളെ മടിയിലിരുത്തി അവൻ ചെയറിൽ ചാരിയിരുന്നു. അവൻ്റെ കൈകൾ അവളിൽ കുസർത്തി കാട്ടുന്നുണ്ട്. പുറമേ ദേഷ്യം നടിച്ച് അവളത് ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, അവൻ എന്താ നിന്നോട് അത്രയും നേരം സംസാരിച്ചത്? അർമാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അത്ര മാത്രമേ സംസാരിച്ചുള്ളൂ. പിന്നെ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്നും എന്നെ കാണാൻ ആലിയ ഭട്ടിനെ പോലെ ഉണ്ടെന്നും. അന്നേരത്തെ അവൻ്റെ മുഖത്ത് വിരിയുന്ന കുശുമ്പ് കണ്ട് അവൾക്ക് ചിരി വന്നു. അത് ശരി, ആ കാട്ടുകോഴി അങ്ങനെയും പറഞ്ഞ? അതെ, നിന്റെ ഫോണിങ് തന്നെ. എന്തിനാ? തരാൻ. അവളന്നേരം മടിയോടെ തൻ്റെ ഫോൺ അവന് നേരെ നീട്ടി. അവൻ അവളുടെ ലാസ്റ്റ് സെർച്ച് റിസൾട്ട് കണ്ട് വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. അത് പിന്നെ എനിക്ക് ആലിയ ഭട്ടിനെ അറിയില്ലായിരുന്നു. ആരാന്ന് നോക്കിയതാ. അവൾ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനസ്സിലായി. എൻ്റെ പൊന്നു മോളിങ്ങ് വന്നേ. അവൾ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതെ, എൻ്റെ പെണ്ണിനെ ആലിയ ഭട്ടിനേക്കാളും ഭംഗിയുണ്ടെന്ന്. അതിനേക്കാളൊക്കെ ഭംഗി നിന്റെ ഹൃദയത്തിനാണ്. അവളുടെ മൂക്കിൽ മൂക്കൊരസിക്കൊണ്ട് അവന് പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടെ തിളങ്ങി. അവൻ്റെ അന്നേരത്തെ നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ താഴ്ത്തിക്കളഞ്ഞു. അന്നേരം അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നു. അതെ, ഇത്രയൊക്കെ ഞാൻ പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും ഒരു ഉമ്മ തരായിരുന്നു. അപ്പോൾ ഉമ്മ കിട്ടാൻ വേണ്ടി സുഖിപ്പിച്ചതല്ലേ? അപ്പോൾ അവിടുന്ന് അവളവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെയല്ല. അവനെന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാനൊരുങ്ങി. അന്നേരം അവൻ അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ അതിരങ്ങൾ തൻ്റേതാക്കി മാറ്റി. അവൻ അവളുടെ ഇരു തളങ്ങളും മാറി മാറി നുണയുന്നുണ്ട്. ഒപ്പം അവൻ്റെ കൈവിരൽ അവളുടെ മേനിയിൽ ഒഴുകി നടക്കുന്നുമുണ്ട്. അവൾ അവൻ്റെ തോളിൽ പിടിമുറുക്കി. ഇരുവരും ചുംബനം ഒരുപോലെ ആസ്വദിക്കുന്ന വേളയിലാണ് അജ്മൽ എന്തോ ആവശ്യത്തിന് വേണ്ടി അർമാൻ്റെ മുറിയിലേക്ക് വരുന്നത്. ഡോറിൽ ലോക്ക് ചെയ്യാതെ അവൻ ഡോർ തുറന്നകത്തേക്ക് കയറിയതും മുന്നിൽ നടക്കുന്ന ഫ്രഞ്ച് വിപ്ലവം കണ്ട് പാവം കിളിപോയിരിപ്പാണ്. ഡോർ തുറയുന്ന ശബ്ദം കേട്ട് അർമാനും അല്ലവും പരസ്പരം അകന്ന് മാറി. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന അജ്മലിനെ അവന് കാണുന്നത്. തൻ്റെ റൊമാൻസിൽ മണ്ണ് വാരിയിട്ട് അജ്മലിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അർമാൻ അവനരികിലേക്ക് നടന്നു. സോറി, ഞാൻ അറിയാതെ. അജ്മൽ എന്തോ പറയാൻ വന്നതും അർമാൻ അവൻ്റെ കോളറിൽ പിടുത്തമിട്ടു. അന്നേരം അല്ലു ഇടപെട്ട്
അവനിൽ നിന്നുള്ള പിടിവിടുവിച്ചു. ഡോ, താനിനി ഇവളുടെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഇവൾ എൻ്റെ ഭാര്യ. ആ കിടക്കുന്നതേ എൻ്റെ കുഞ്ഞും. താൻ മൂവിയുടെ സ്ക്രിപ്റ്റ് മുഴുവനായും വായിച്ചില്ലേ? അർമാൻ ദേഷ്യത്തോടെ ചോദിച്ചു. അർമാൻ്റെ ചോദ്യം കേട്ട് അജ്മൽ വായിച്ചു എന്ന പോലെ തലയനക്കി. ആ കഥ എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അർമാൻ തൻ്റെ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞു. നിനക്കറിയായിരിക്കും ഞാൻ എങ്ങനെയാ ഫീൽഡ് ഔട്ട് ആയതെന്ന്. അർമാൻ്റെ സ്വരത്തിൽ പലതരം ഭാവങ്ങൾ കലർന്നിരുന്നു. അതെനിക്ക് മനസ്സിലായതാ, അജ്മൽ പതിയെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഐ എം സോറി. ഞാൻ പെട്ടെന്ന് താനിത് ആരോടും പറയാൻ നിൽക്കണ്ട. എൻ്റെ സിറ്റുവേഷൻ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അർമാൻ അജ്മലിൻ്റെ കോളർ നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല സാർ, ഞാനിത് ആരോടും പറയാൻ പോണില്ല. ആദ്യ സിനിമയ്ക്ക് ശേഷം സാറിൻ്റെ സിനിമയിലാണ് എനിക്കൊരു മുഴുനീള ക്യാരക്ടർ കിട്ടുന്നത്. ഈ സിനിമ വിജയിക്കണമെന്നത് എൻ്റെ കൂടി ആഗ്രഹമാണ്. ഞാൻ വന്നതെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഷൂട്ടില്ലല്ലോ. വീട്ടിൽ നിന്നും കോൾ വന്നിരുന്നു. ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, താൻ പൊയ്ക്കോ. ഷൂട്ട് തുടങ്ങുന്ന കാര്യം വിളിച്ചറിയിക്കാം. ഇത്തവണ അർമാൻ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. അർമാനോട് യാത്ര പറഞ്ഞ് അജ്മൽ പോയതും അർമാൻ അല്ലുവിനെ ഒന്ന് നോക്കി. അവൻ്റെ നോട്ടത്തിനർത്ഥം മനസ്സിലായതും അവൾക്ക് ചിരിയാണ് വന്നത്. അവളുടെ ആ ചിരി കണ്ടതും അർമാൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോടടുപ്പിച്ചു അവളുടെ ചുണ്ടിൽ ചുംബിക്കാൻ ഒരുങ്ങവേ അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ തൻ്റെ കൈവച്ച് തടഞ്ഞു. നിന്നെ ഞാനിന്ന് രാത്രി എടുത്തോളാം എന്നും പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. ഇതേ സമയം ഷൈമയെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ് ആഷി. ആകെ നനഞ്ഞൊട്ടി നിൽക്കുന്നതിനാൽ ചുരിദാറിൻ്റെ ഷോൾ ദേഹം മറയും വിധത്തിൽ പുതച്ചിട്ടുണ്ട്. വണ്ടിയിൽ AC ഓൺ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവൾ തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ആഷി അവളുടെ സീറ്റിനരികിലേക്ക് AC-യിൽ നിന്നും ചൂട് കാറ്റ് സെറ്റ് ചെയ്തു കൊടുത്തതും അവൾക്ക് നേരിയ ആശ്വാസം തോന്നി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അറിയാതെ അവനെ തേടിയെത്തിയെങ്കിലും അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അവനിലെ കെയറിങ് അവൾ അത്ഭുതപ്പെടുത്തി. ഒപ്പം അവനോടൊരു ക്രഷ് തോന്നിയോ എന്നൊരു സംശയവും ഇല്ലാതില്ല. ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളുടെ കൂടെ വണ്ടിയിൽ കയറിയതും പോരാ, എന്നിട്ട് അയാളോട് ക്രഷ് അടിച്ചു പോലും. ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ചിലപ്പോൾ ഇതൊക്കെ അവൻ്റെ ഒരു നമ്പറാണെങ്കിലോ. ബി കെയർഫുൾ ഷൈമ. അവളുടെ ബുദ്ധി അവളെ ശകാരിച്ചു. അതിനിടയിൽ അവളുടെ ഫോണിലേക്ക് വല്ലാത്തൊരു അവസ്ഥയിൽ നോക്കുന്നുണ്ട്. ഓണാവുന്നുണ്ടോ എന്ന് ഒരുപാട് തവണ നോക്കിയതാണ്. എന്നിട്ടും പ്രതീക്ഷയോടെ ഒന്നുകൂടെ നോക്കി. അവളുടെ പ്രവൃത്തി അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൾ പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ഒടുവിൽ അവളുടെ വീടെത്തിയതും അവളൊരു താങ്ക്സും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി. അന്നേരം അവനവൾക്ക് നേരെ 50,000 ചെക്ക് ലീഫ് കൊടുത്തതും സംശയഭാവത്തിൽ അവളവനെ നോക്കി. ഇത് സിനിമയുടെ അഡ്വാൻസായി കരുതിക്കൊള്ളൂ. ഇതുകൊണ്ട് തൽക്കാലം ഒരു ഫോൺ വാങ്ങിക്ക്. അവനത് പറഞ്ഞതും അവൾ മടിയോടാണെങ്കിലും ചെക്ക് ലീഫ് വാങ്ങിച്ചു. എനിക്ക് മനസ്സിലായി സാർ. അതിനിടയിൽ അവൾ പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. എന്തോന്ന് അവൻ ചോദിച്ചു. ഞാൻ അത്ര പെട്ടെന്ന് വളയില്ല സർ. സാറിന് തെറ്റി. അവളത് പറഞ്ഞതും അവൻ അതിങ്ങ് തന്നേ എന്നും പറഞ്ഞ് ചെക്ക് ലീഫിന് വേണ്ടി തിരികെ കൈനീട്ടി. സാർ, അവൾ അന്നേരം അറിയാതെ വിളിച്ചു. എന്ത് സാർ, ഇതാ പറയുന്നത് ഇക്കാലത്ത് ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ലെന്ന്. സോറി സാർ, ഞാൻ അറിയാതെ. താൻ ഇറങ്ങിക്കേ. ഇനിയെങ്ങാനും ഈ കാശും വാങ്ങിച്ച് മുങ്ങാനാണ് പരിപാടിയെങ്കിലേ പൊന്നുമോളെ ഞാൻ ഇവിടെ വന്ന് പൊക്കും. ഓ പിന്നെ സാറിൻ്റെ 50,000 കൊണ്ട് ഞാനിപ്പോൾ ബ്ലംഗ്ലാവ് പണിയാൻ പോണു. ഒന്ന് പോ സാറേ. എനിവേ താങ്ക്സ് എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി. ഓടിവെച്ച വീടിനകത്തേക്ക് അവൾ കയറിപ്പോകുന്നത് കണ്ടതും അവൻ നോക്കി നിന്നു. അന്നേരം വീടിനകത്ത് നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. ഓ, സിനിമാ നടി വന്നാ? ഇതെന്താടി നിന്റെ ഉടുപ്പൊക്കെ നനഞ്ഞിരിക്കുന്നേ? എവിടെ പോയി തെണ്ടിത്തിരിഞ്ഞാടി വന്നത്? ഏതവനാടി അത്? അവൻ്റെ കൂടെ എവിടെയായിരുന്നു നീ? കണ്ടവന്മാരുടെ കൂടെ നടന്ന് വയറ്റിലുണ്ടാക്കി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഓരോന്ന്. അതെങ്ങനെയാ? തന്ത കയറൂരി വിട്ടിരിക്കുമല്ലേ? മോളിപ്പോൾ ഓസ്കാറും കൊണ്ട് വരും എന്ന് കരുതി കാണും. അവർ വായിൽ വരുന്നതൊക്കെയും പറയുന്നുണ്ട്. അവരുടെ പറച്ചിൽ കേട്ട് ആഷിക്ക് ചൊറിഞ്ഞു കയറി വന്നതാണ്. ഒന്ന് പതുക്കെ പറയുന്നുണ്ടോ? അവൾ നേരിയ ശബ്ദത്തിൽ പറഞ്ഞു. ഓ, നീ എൻ്റെ വായടിപ്പിക്കാനായില്ലടി. ഇത് എൻ്റെ വീടാ. തന്തയും മോൾ എപ്പോൾ ഇറങ്ങിക്കോണം. ആഷിയുടെ മുന്നിൽ വെച്ച് അവർ ഓരോന്ന് വിളിച്ച് പറയുന്നത് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ നിറകണ്ണാലെ അവനെ നോക്കി സോറിയും പറഞ്ഞു അകത്തേക്ക് നടന്നു. അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നത് കണ്ടതും അവനെന്തോ വല്ലായ്മ തോന്നി. അവൻ അപ്പം തന്നെ അവിടെ നിന്ന് മടങ്ങി. തിരികെ സ്റ്റുഡിയോയിൽ ചെന്ന് കാർ അർമാനെ ഏൽപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ബുള്ളറ്റ് എടുത്ത്
തിരികെ മടങ്ങി. അർമാനും അല്ലുവും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അതിനിടയിൽ അല്ലുവിൻ്റെ നിർദ്ദേശപ്രകാരം അവനൊരു മാളിന് മുന്നിൽ വണ്ടി നിർത്തി. കുഞ്ഞിന് അർമാൻ്റെ കയ്യിൽ കൊടുത്ത് വണ്ടിയിൽ നിന്നിറങ്ങി അവൾ മാളിനകത്തേക്ക് കയറിപ്പോയി. അല്ലു പോയതും അർമാൻ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ടുകൊണ്ട് തൊട്ടരികിൽ അർമാൻ്റെ വാപ്പയുണ്ടായിരുന്നു. മാളിന് തൊട്ടരികിലെ ബാങ്കിനരികിൽ നിർത്തിവെച്ച ആഡംബര കാറിലാണ് അയാൾ ഉണ്ടായിരുന്നത്. കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന അർമാനെ കണ്ടതും ആദ്യം മുഖം തിളങ്ങിയെങ്കിലും പിന്നീട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അല്ലുവിൻ്റെ മുഖം കണ്ടതും അയാളുടെ മുഖത്ത് പുച്ഛച്ചിരി വിരിഞ്ഞു. അയാൾ അർമാനെ കണ്ട ഭാവം നടിക്കാതെ തൻ്റെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞതും അല്ലു തിരികെ എത്തി. അന്നേരമാണ് ബാങ്കിൽ നിന്നും ഇറങ്ങി വന്ന റാഷി അവളെ കാണുന്നത്. ഒരു നിമിഷം അവൻ്റെ മനസ്സിലൂടെ ഹോട്ടൽ ഹിൽട്ടണിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെയും കടന്നുപോയി. ഒപ്പം അവളോടുള്ള അവൻ്റെ പ്രണയവും. അവൾ ഒറ്റയ്ക്കാണെന്ന് കണ്ടതും അവൻ അവളോട് സംസാരിക്കാതെ പോവാൻ തോന്നിയില്ല. പ്രതീക്ഷയോടെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അപരിചിതനായ ആളെ കണ്ടതും അവളൊന്ന് നോക്കി. അവളുടെ ആ നോട്ടവും ഭാവവും കണ്ട് നിനക്കെന്നെ മനസ്സിലായില്ലേ എന്നവൻ ചോദിച്ചു. അന്നേരം അവൾ ഇല്ലെന്ന് പറഞ്ഞു. ഇതേ സമയം അല്ലുവിനെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്ന ആളെ കണ്ടതും അർമാൻ്റെ മുഖം ചുളുങ്ങി. ഇതേതാ പുതിയൊരു അപരാധി എന്നും പറഞ്ഞ് അർമാൻ വണ്ടിയിൽ നിന്നിറങ്ങി അവരുടെ അരികിലേക്ക് നടന്നു. തങ്ങളുടെ അരികിലേക്ക് വരുന്ന അർമാൻ മാലിക്കിനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും കണ്ട് റാഷിയുടെ മുഖമൊന്ന് വാടി.